ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും പൊട്ടാസ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക. അതുകൊണ്ട് തന്നെ വൃക്കയിലെ കല്ലുകൾ തടയാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനുമൊക്കെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ആഴ്ചയിൽ 2-3 തവണയെങ്കിലും കോവയ്ക്ക കൊണ്ടുള്ള എന്തെങ്കിലും വിഭവങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണം ചെയ്യും. ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് രുചികരമായ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ കോവയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്നുകിൽ വട്ടത്തിൽ അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഞാനിവിടെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാള കനം കുറച്ച് ചെറുതായി അരിഞ്ഞെടുക്കണം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇത്രയും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്നിങ്ങനെ ഒരു ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടി ചേർക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്റ്റൗ സിമ്മിലിടുക. സ്റ്റൗ സിമ്മിലിട്ടതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുക. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ അടച്ചു വെച്ചും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തും ഏകദേശം ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ടാവും. ഒട്ടും വെള്ളം ചേർക്കാതെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇത് കഴിക്കാൻ നല്ല രുചികരമാണ് കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കാതെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം, എന്നാലാണ് ഈ മെഴുക്ക് പുരട്ടി ശരിക്കും ടേസ്റ്റി ആവുള്ളൂ. മെഴുക്ക് പുരട്ടി തയ്യാറായി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒരു 1/2 ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഈ മെഴുക്ക് പുരട്ടിക്ക് ചെറിയൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. പുളിരസം ഇഷ്ടമല്ലെങ്കിൽ ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതുപോലെ മെഴുക്ക് പുരട്ടി റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടേസ്റ്റിയായ കോവയ്ക്ക മെഴുക്ക് പുരട്ടി. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.